ഇനി മഴയുടെ കാലമാണ്. മണ്ണും മനസ്സും കുളിർക്കുന്ന കനത്ത മഴ പെയ്യും. പക്ഷേ കർഷകരായ നമ്മെ സംബന്ധിച്ച് നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുന്ന കാലവുമാണിത്. കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ തക്കാളി തൈകളെല്ലാം ചീഞ്ഞു പോയത്, മറ്റ് കൃഷികളെല്ലാം നശിച്ചു പോയത്, പയറൊക്കെ ഇല മഞ്ഞളിച്ച് നശിച്ചു പോയതെല്ലാം ഓർക്കുന്നുണ്ടാവും. മഴ വരുന്നത് വലിയ അനുഗ്രഹമാണ്. പക്ഷേ ചില തെറ്റുകൾ നമ്മുടെ മാസങ്ങളുടെ കൃഷിയധ്വാനം തന്നെ ഈ മഴവെള്ളത്തിൽ ഒലിച്ചു പോകാനിടയാക്കും. എന്നാൽ ഈ വർഷം നമ്മൾ തോൽക്കാൻ പാടില്ല. മഴക്കാലത്ത് നിങ്ങളുടെ കൃഷിയുടെ 100% സുരക്ഷിതമാക്കാൻ, വിളവ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ചെടികൾ ഈ മഴയത്ത് അതിജീവിക്കാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായും കാണുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ വേരും തളിരും എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. കൃഷി അറിവുകൾ പറയുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. മഴക്കാല കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഒന്നാമത്, വേരുകളുടെ ജീവൻ. നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റ് ഡ്രെയിനേജ് അല്ലെങ്കിൽ നീർവാർച്ചയുടെ കാര്യത്തിൽ അശ്രദ്ധയാണ്. നമ്മൾ മനുഷ്യർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തന്നെ ചെടികൾക്ക് വേരുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്. വേരുകളിലേക്ക് ഓക്സിജൻ ചെല്ലാതെ വരുമ്പോൾ അവ ചീയാൻ തുടങ്ങുകയും ചെടി പൂർണ്ണമായി നശിച്ചു പോവുകയും ചെയ്യും. നമ്മുടെ ഗ്രോ ബാഗുകളാവട്ടെ, ചട്ടികളാവട്ടെ, അതിൽ കൃഷി ചെയ്യുന്നവർ ഉടൻ തന്നെ നമ്മുടെ ബാഗുകളുടെ അടിയിൽ ദ്വാരങ്ങൾ അടഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു ചെറിയ കമ്പോ മറ്റോ എടുത്ത് ആ ദ്വാരങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ചട്ടികൾ നേരിട്ട് തറയിൽ വെക്കാതെ അടിയിൽ 2 ഇഷ്ടികയോ അല്ലെങ്കിൽ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അടഞ്ഞിരിക്കുന്ന മണ്ണോ മറ്റോ കയറി അടഞ്ഞിരിക്കുന്ന ദ്വാരങ്ങൾ തുറക്കുകയും അതിലൂടെ നല്ല നീർവാർച്ച ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റുകയും ചെയ്യും. അതുപോലെ നിലത്ത് കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് തടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കാതിരിക്കുക. തടം ഉയർത്തി കൊടുത്ത് കൃഷി ചെയ്യുക. അതുപോലെ തന്നെ തടത്തിന് ചുറ്റും വെള്ളം ഒഴുകി പോകാൻ ചെറിയ നീർച്ചാലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലൂടെ വെള്ളം പുറത്തേക്ക് പോവുകയും ചെടിയെ നമുക്ക് സംരക്ഷിക്കാനും കഴിയും. ഓർക്കുക, വേര് ചീഞ്ഞാൽ ചെടി തീർന്നു പോകുമെന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് മണ്ണിന്റെ പുളിരസം എന്ന് പറയുന്നത്. അത് നിയന്ത്രിക്കാതെ നമ്മൾക്ക് വിളവ് മെച്ചപ്പെടുത്താൻ കഴിയില്ല. മഴ പെയ്യുമ്പോൾ മണ്ണിലുള്ള കാൽഷ്യവും മറ്റു പോഷകങ്ങളൊക്കെ ഒലിച്ചു പോകാനിടയുണ്ട്. അത് മണ്ണിലെ അമ്ലത്വം അഥവാ പുളിരസം കൂട്ടും. പുളിരസം കൂടിയ മണ്ണിൽ നമ്മൾ എത്ര വളപ്രയോഗം നടത്തിയാലും, എത്ര വളം അഥവാ മൂലകങ്ങൾ മണ്ണിലുണ്ടെങ്കിലും ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ കഴിയില്ല. അത് pH നിയന്ത്രിച്ചാൽ മാത്രമേ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വളം അല്ലെങ്കിൽ മണ്ണിലുള്ള വളം അവയ്ക്ക് വേണ്ട രീതിയിൽ അത് ആഗിരണം ചെയ്ത് ചെടികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. നമ്മുടെ അസിഡിറ്റി ഉള്ള മണ്ണിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ pH നമുക്ക് നല്ല രൂപത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. മഴ തുടങ്ങുന്നതോടെ ഓരോ ചെടിയുടെ ചുവട്ടിൽ നിന്ന് അല്പം മാറി അത്യാവശ്യത്തിന് കുമ്മായം വിതറി കൊടുക്കുക. ഇത് മണ്ണിലെ pH മൂല്യം കൃത്യമാക്കാൻ അത് നമ്മളെ ഉപകരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കുമ്മായം വളപ്രയോഗം നമ്മൾ നടത്താതിരിക്കുക. ചുരുങ്ങിയത് ഒരു 10 ദിവസത്തെ ഇടവേളയെങ്കിലും വളപ്രയോഗവും കുമ്മായത്തിൻ്റെ പ്രയോഗവും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 2 ആഴ്ചയോളം സമയം കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഉത്തമമാണ്. പറഞ്ഞ കാര്യം ഒന്നുകൂടിയും ക്ലിയർ ആക്കുകയാണ്. കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇട്ടതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് വളപ്രയോഗം നടത്തലാണ് ഏറ്റവും ഉത്തമം. ഈ മഴക്കാലത്തെ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത്, മഴക്കാലത്തെ വില്ലന്മാരായിട്ട് വരുന്നത് രോഗനിയന്ത്രണത്തിന്റെ കാര്യമാണ്. നമുക്കറിയാം, മഴക്കാലത്ത് വില്ലന്മാരായി വരുന്നത് കീടങ്ങളല്ല, മറിച്ച് ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെയാണ് നമുക്ക് മഴക്കാലത്ത് ചെടികളുടെ പരിചരണത്തിൽ നമുക്ക് പ്രശ്നക്കാരായി വരുന്നത്. ഇല ചീയൽ, അതുപോലെ തന്നെ തൈകളുടെ കുരടിപ്പ്, വേര് ചീഞ്ഞു പോകൽ, ഇതൊക്കെ ഈ സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിലുള്ള കുറച്ച് അസ്ത്രങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് സ്യൂഡോമോണസ് ഫ്ലൂറസൻസ്. അത് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് പൗഡർ ഫോമിലും അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിലും നമുക്ക് കിട്ടും. സാധാരണ കൂടുതൽ അവൈലബിൾ ആകുന്നത് പൗഡർ ഫോമിൽ കിട്ടുന്ന സ്യൂഡോമോണസ് ആണ്. അതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന നിരക്ക് കലക്കി ചെടികളുടെ ഇലകളിലും കൂമ്പിലും ഒക്കെ തെളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചെടിയുടെ കടയോട് ചേർന്ന തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വളരെയധികം ഫലപ്രദമാണ്. ഈ സ്യൂഡോമോണസ് എന്ന് പറയുന്ന ബാക്ടീരിയ അത് വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും അതുപോലെ തന്നെ രോഗാണുക്കളുടെ ആക്രമണത്തെ വളരെ വലിയ തോതിൽ തടയുകയും ചെയ്യും.
അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് ട്രൈക്കോഡർമ. ഇതൊരു മിത്ര ഫംഗസാണ്. പലർക്കും അറിയാവുന്നതാണ്. ചെടികളിലെ ബാക്ടീരിയയും അതുപോലെ തന്നെ കുമിൾ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനും വളർച്ച ത്വരിതപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. ചാണകപ്പൊടിയോടൊപ്പം അതുപോലെ കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒപ്പം ഒക്കെ ചേർത്ത് നമ്മളത് സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ചെടിയുടെ ചുവട്ടിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലൂടെ വളരുന്ന സകല ചീയൽ രോഗങ്ങളെയും അത് തടയും. നമുക്കറിയാം, കുരുമുളക് കർഷകരൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഒരു 100 കിലോ വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ്, ചാണകപ്പൊടി വേണം. അത് മൂന്നും ചേർത്ത് വേണമെങ്കിൽ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ 100 കിലോ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒപ്പം 2 കിലോ ട്രൈക്കോഡർമ ചേർത്ത് നമുക്കൊരു പുട്ട് പൊടിക്ക് നനയ്ക്കുന്ന ആ ഒരു ജലാംശം ഉള്ള രീതിയിൽ അത് മിക്സ് ചെയ്ത് വെച്ച് ഒരു 3-4 ദിവസം കൂടുമ്പോൾ അത് ഇളക്കി കൊടുത്ത്, അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നനച്ച ചണച്ചാക്ക് മൂടിയിടുക. ഒരു 3-4 ദിവസം കൂടുമ്പോൾ അത് അല്പം നനവ് ചേർത്ത് ഇളക്കി കൊടുത്ത് ഒരു 2 ആഴ്ച ആകുമ്പോൾ സമ്പുഷ്ടീകരിച്ച കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള ട്രൈക്കോഡർമ നമുക്ക് കിട്ടും. അത് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെയധികം ഫലപ്രദമാണ്. നമ്മുടെ കുരുമുളക് കർഷകരൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണെന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു കുമിൾനാശിനിയാണ് ബോഡോ മിശ്രിതം. അത് ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ നമുക്ക് തെളിച്ചു കൊടുക്കാം. ചീച്ചൽ രോഗങ്ങൾക്ക് ഏറെ ഫലപ്രദമാണ് ബോഡോ മിശ്രിതത്തിന്റെ പ്രയോഗം. നമ്മുടെ സ്യൂഡോമോണസ് ആകട്ടെ, അതുപോലെ തന്നെ ബോഡോ മിശ്രിതമാവട്ടെ, ഇവയുടെ പ്രയോഗകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വെയിലുള്ള സമയം, അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ, ഈ സമയങ്ങളിൽ നമ്മൾ ഇതിന്റെ പ്രയോഗം നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ പ്രയോഗിക്കാൻ ഏറ്റവും നല്ല സമയം നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് വൈകിട്ടൊരു 5 മണിക്ക് ശേഷമുള്ള സമയത്ത് ഇവ പ്രയോഗിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഫലപ്രദമായിരിക്കും. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളപ്രയോഗത്തിന്റെ കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. മഴക്കാലത്ത് പലർക്കുമുള്ള സംശയമാണ് ഏത് രൂപത്തിലാണ് മഴക്കാലത്തെ വളപ്രയോഗം നടത്തേണ്ടത് എന്നുള്ളത്. പരമാവധി നല്ല മഴയുള്ള സമയത്തെ വളപ്രയോഗം നമ്മളൊന്ന് പിന്തിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളമിട്ട് അല്പസമയത്തിനകം തന്നെ വളരെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളിട്ട വളം ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ള ഒരു സമയം കിട്ടാതെ അത് മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മഴ അല്പം നിലച്ചതിന് ശേഷം വളപ്രയോഗം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മഴയുള്ള സമയത്ത് നമ്മൾ വളപ്രയോഗം നടത്തുകയാണെങ്കിൽ ദ്രാവക രൂപത്തിൽ ഉള്ള വളപ്രയോഗം നടത്തലാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാം, കടലപ്പിണ്ണാക്ക് പോലുള്ളത് നമ്മൾ വെള്ളത്തിലിട്ട് അത് പുളിച്ചതിന് ശേഷം അതിൻ്റെ ലായനി, ആ ദ്രാവകം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ മേൽമണ്ണിൽ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് വാഷ് ഔട്ടായി പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗം നടത്തി അത് പെട്ടെന്ന് തന്നെ മണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് പെട്ടെന്ന് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ളൊരു സമയം ലഭിക്കുന്നതാണ്. നമ്മൾ മേൽമണ്ണിൽ ഇട്ട് കൊടുക്കുന്ന വളം പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്നതോടൊപ്പം തന്നെ ഒലിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നല്ല മഴയുള്ള സമയത്ത്, അതുപോലെ തന്നെ നന്നായി മഴ പെയ്ത് വെള്ളം ഒലിച്ചു പോകാനുള്ള സാഹചര്യമുള്ള സമയങ്ങളിൽ നമ്മൾ വളപ്രയോഗം ഒഴിവാക്കുക. അത് അല്പം പിന്തിച്ച് മഴ ഒന്ന് ശമിച്ചതിന് ശേഷമുള്ള വളപ്രയോഗമാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മഴക്കാലത്ത് നമ്മുടെ കൃഷിയിൽ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് താങ്ങ് കൊടുക്കൽ, അതുപോലെ തന്നെ പ്രൂണിങ്. മഴക്കാലത്ത് നമുക്കറിയാം, നന്നായി കാറ്റ് വീശി നമ്മുടെ ചെടികൾ ആകമാനം ഒടിഞ്ഞു വീണ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ചെടികളുടെ കണ്ടീഷൻ അനുസരിച്ച് അതിന് അനുയോജ്യമായിട്ടുള്ള താങ്ങുകാലുകൾ കൊടുത്ത് കെട്ടി നിർത്താൻ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചെടിയുടെ മണ്ണോട് മുട്ടി നിൽക്കുന്ന താഴത്തെ ഇലകൾ അത് മുറിച്ച് മാറ്റി കൊടുക്കുക. മണ്ണിൽ നമുക്കറിയാം, പലയിടത്തുനിന്നും ഒലിച്ചു വരുന്ന മണ്ണിലെ വെള്ളത്തിലൂടെ രോഗാണുക്കൾ ചെടിയിലേക്ക് ആദ്യം ഇലകളിലൂടെ കയറി ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ താഴത്തെ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ഇലകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ പച്ചക്കറി കൃഷി, മറ്റു ചെടികളൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നീർവാർച്ച ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഫംഗസിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ മണ്ണിലെ pH ലെവൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ വളപ്രയോഗം നടത്തുകയാണെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ ചെടികൾക്ക് താങ്ങ് കൊടുക്കുക, പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചെടിയെ, നമ്മുടെ പച്ചക്കറി കൃഷിയെ ഒക്കെ
നല്ല രൂപത്തിൽ നമുക്ക് നാശനഷ്ടങ്ങൾ വരാതെ തന്നെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. അത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൃഷി അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.